ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ സീസൺ 7 ഡേ 26 എപ്പിസോഡ് റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അമേരിക്കയിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഈ ആഴ്ച ഇവിടെ ഉണ്ടാവില്ല എന്ന്. അപ്പം ഇന്ന് തന്നെ, അതായത് ഫ്രൈഡേ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് കാണിക്കുന്നത്. അപ്പം ലാലേട്ടൻ വരുന്നു, ഇന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പം പറയുന്നു. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അനീഷും ജയിലിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവരെ മോചിപ്പിക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. പപ്പാനി വന്ന് ഇറക്കി വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അക്ബറും അപ്പാനിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. അതായത് തലേദിവസം ആണെങ്കിൽ ജയിലിൽ പോയ സമയത്ത് പാവയും കൊണ്ടായിരുന്നു പോകുന്നത്. എൻ്റെ ഒരു പാവയുണ്ട്, പ്ലാച്ചിയും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അതെന്തിനാ കൊടുത്തുവിട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. എന്താ ശരിക്കും അത് പേഴ്സണൽ ആയിട്ടുമല്ലേ, അത് ജയിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ശിക്ഷ കൊടുക്കും, അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാധനം കൊണ്ടുപോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പാനിയും കൂട്ടരും എല്ലാവരും കൂടെ പോയിട്ട് ആര്യനും എല്ലാം കൂടെ പോയിട്ട് അനുവിൻ്റെ പാവയെ എടുത്തിട്ട് മറ്റേ അവിടെ ഒരു ബെഡ്റൂമിലൊരു മരമുണ്ട്, മരത്തിൽ ഇങ്ങനെ വലത്ത് കെട്ടി തൂക്കിയിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ കണ്ടുകൊണ്ട് വരുന്ന അനു കരച്ചില്ല. എനിക്കറിഞ്ഞൂടെ ഇത്രയും നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തത് വെച്ചാൽ ഇത്ര പ്രായമുള്ള ഒരാൾ ഓക്കെ, ചിലപ്പോൾ ചില കാര്യങ്ങളോട് ചിലർ ഇതായിട്ട് ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഒരു പ്രായത്തിൻ്റേതായ ഒരു മെച്യൂരിറ്റി ഇല്ലേ, ഇതൊരുമാതിരി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ക്രിഞ്ചടിക്കും. പിന്നെ അനീഷ് വന്നിട്ട് ആ ഡോളിനെയൊക്കെ അവിടെ നിന്ന് കെട്ടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അനുവിൻ്റെ ടീം, അനു, ആദില, ചൈത്യ, നൂറ, രേണു ഇവരുടെ ടീമിനാണ് മറ്റേ അക്ബറിനെയൊക്കെ പേര് കൊടുക്കുന്നുണ്ട് AMD, അത് അനുമോൾ മൂട് താങ്ങി. അപ്പം ഇവരെ വിളിക്കുന്നത്, അക്ബറിൻ്റെ ടീമിനെ വിളിക്കുന്നത് ട്രൗസർ വള്ളി ടീം, ജിസേലിൻ്റെ പാവാട തൂങ്ങിയാണല്ലോ അതിനുവേണ്ടി. അപ്പം പിന്നെ ലാലേട്ടൻ അടുത്ത് കാണിക്കുന്നത്, പിന്നെ ലാലേട്ടൻ വീട്ടുകാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ആദ്യം പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ബിഗ് ബോസുകളിലൊക്കെ പുരുഷന്മാർ തമ്മിലാണ് വലിയ അടി ഉണ്ടാക്കുന്നത്, മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകളാണ്, എന്തായാലും മോളെ പ്രശ്നം എന്നത്. അപ്പം ലാലേട്ടനോട് പറയുന്നത് എന്താ ആരും കിച്ചണിൽ കയറ്റുന്നില്ല, ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കില്ല, ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കില്ല, കിച്ചണിൽ ആരും കയറാൻ സമ്മതിക്കത്തില്ല, എന്താ അനുമോൾക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മര്യാദയ്ക്ക് നിന്ന് കളിച്ചാൽ കളിക്കാവൂ, മര്യാദയ്ക്ക് നിന്ന് കളിക്കാൻ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ജിസേലിനെ എഴുന്നേൽപ്പിക്കുന്നു, ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ജിസേലും എന്താ പറയാമെന്നു ലാലേട്ടൻ പിന്നെ അത് കട്ട് ചെയ്തിട്ട് കുറേ രണ്ടുപേരെ ഉപദേശിച്ചു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നിങ്ങൾ ഇവരുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു, മറ്റേ അനു ലിപ്സ്റ്റിക്ക് പോയി തുടക്കയിൽ ഇങ്ങനെ ഭയങ്കര ആയത്തി കൊടുക്കുന്നു, ജിസേൽ തിരിച്ചു തള്ളുന്നു. അപ്പോൾ രണ്ടും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ എന്നിട്ട് അനുനോട് ഇരിക്കുന്നു, വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിക്കുന്നു. അനുമോൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞു എന്നെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഗെയിം മനസ്സിലാക്കിയിട്ടില്ലല്ലേ അനുമോൾ ഇങ്ങോട്ട് വന്നിരുത്. അപ്പോൾ ഇവിടെ ആൾക്കാർ ടാർഗറ്റ് ചെയ്യും, പ്രൊവോക്ക് ചെയ്യും, മൈൻഡ് ഗെയിം ഉണ്ടാവും, എല്ലാവരും ഇവിടെ പാമ്പർ ചെയ്തുകൊണ്ടൊന്നും ആരും നടക്കുന്നില്ല. പിന്നെ ഫോട്ടോ കത്തിക്കുന്നതൊക്കെയാണ് ഒരു ഗെയിമിൻ്റെ ഭാഗം, അത് ബിഗ് ബോസ് തന്ന ഗെയിം, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടില്ലേ ആരും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ലിപ്പി തൊട്ടത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിലോട്ട് ചോദിക്കുന്നുണ്ട് അനു ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലയുടെ ചുണ്ടിൽ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൽ പറയാൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നത് അനുമോളുടെ ബേസിക്കലി പ്രോബ്ലം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അന്നേരം പുള്ളിക്കാർ പറയും എല്ലാവരും ഗ്യാങ് ആണ്, പിന്നെ ഗ്യാങ്ങായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ പിന്നെ അന്നേരം ലാലേട്ടൻ ഗ്യാങ്ങായിട്ട് കളിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പോൾ അനുവിനൊന്നും പറയാനില്ല. എന്നിട്ട് ജിസേലിനോട് പറയും ജിസേൽ തള്ളിയത് ശരിയായില്ല, അവർ എവിടെയും തലടിച്ച് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു. അപ്പോൾ ജിസേൽ പറയും ലാലേട്ട ഇത് സെക്കൻഡ് ടൈമാണ്, ഫസ്റ്റ് ടൈം ഇവിടെ എന്നെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അന്ന് ഞാൻ ഒന്നും മിണ്ടിട്ടില്ല, സെക്കൻഡ് ടൈം ആയപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നു തോന്നിയോണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അപ്പാനോട് ചോദിക്കും ഇതിൻ്റെ കാര്യത്തിൽ എന്താണ് ക്യാപ്റ്റൻ്റെ നിലപാട്. അപ്പോൾ അപ്പാനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റേ അഴിച്ചുവിട്ട പോലെ അനുവിന് കുറേ കുറ്റം പറയുന്നുണ്ട്, അനു അനുസരിക്കുന്നില്ല, എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് മറ്റുള്ളവർക്ക് എന്താണ് അഭിപ്രായം, അനുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നതിനെ പറ്റി. അപ്പോൾ ശൈത്യം പറയുന്നത് അത് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു, അന്ന് കിച്ചണിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെസൽ ടീമിലാക്കിയായിരുന്നു, പക്ഷേ വെള്ളം പിന്നെ ഒന്നും ചെയ്യാതെ ഇതിലേക്ക് നടക്കുന്ന ഞാൻ പിന്നെ കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ശിക്ഷയായിട്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു, അനുവിനെയും ജിസേലിനെയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ 2 മണിക്കൂർ ഇവർ ജയിലിരിക്കണം, പരസ്പരമാണ് സംസാരിച്ച് തീർക്കണം എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് ബാഡ്ജ് എടുത്തുകൊണ്ട് വരുന്നു. ജിസേലിനാണ് അനുവിൻ്റെ ബാഡ്ജും, അനുവിനാണ് ജിസേലിൻ്റെ ബാഡ്ജും. അടുത്ത പിടിച്ചത് നമ്മുടെ നെവിനെയാണ്. നെവിനോട് ചോദിക്കും എന്താണ് നിൻ്റെ പ്രോബ്ലം, അതായത് വാതിൽ തുറന്നിട്ടപ്പോൾ തന്നെ നീ ഇറങ്ങി ഓടിപ്പോയല്ലോ, ഇനിയാണെന്നുണ്ടെങ്കിൽ നീ ഇത്രയും മറ്റേ കാലൊക്കെ പിടിച്ചുകൊണ്ടാണ് സോറി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കയറിയത്, ഇനിയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ തിരിച്ചുവിളി ഉണ്ടാകത്തില്ല. അപ്പോൾ നെവിനോട് ചോദിക്കും എന്താ എന്തിനാ ഇറങ്ങിപ്പോകാൻ അങ്ങനെ തീരുമാനം വന്നപ്പോൾ പറഞ്ഞു അധികാരം തലയ്ക്ക്, ബിഗ് ബോസ് മറ്റേ ഞാൻ സ്വേച്ഛാധിപതി ആയിരുന്നല്ലോ, അപ്പം അധികാരം തലയ്ക്ക് പിടിച്ച് പെട്ടെന്ന് വൈകാരികമായിട്ട് പ്രതികരിച്ചതാണ്.
പക്ഷെ ബിഗ് ബോസ് പെട്ടെന്ന് എടുത്തു കളയുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇനി ഞാൻ പോയില്ല, ജന്മത്തിൽ പോയില്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ മറ്റേ ക്ലാരിഫൈ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, അത് നെവിൻ പുറത്തിറങ്ങി എന്താ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണെന്ന് ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നുണ്ട്, പുറത്തിറങ്ങി ആരെങ്കിലും കോൺടാക്ട് ചെയ്തു? അപ്പോൾ നെവിൻ പറയുന്നത്, ഇല്ല ലാലേട്ടൻ, എൻ്റെ കണ്ണ് കെട്ടിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്, എനിക്ക് ആരെ കോൺടാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദിലാനോരോട് ചോദിക്കുന്നുണ്ട്, നെവിൻ പോയിട്ട് തിരിച്ചു വന്നതിൽ സങ്കടമുണ്ടോ? അപ്പം തന്നെ അവർ പറഞ്ഞാൽ ഈ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഇവിടെ വേറൊരാളും കൂടെ എപ്പോഴും പോകണം എന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ? രേണു, എനിക്ക് പോകണോ? അപ്പോൾ രേണു പറയുന്നത്, ഇല്ല ലാലേട്ടാ എനിക്ക് പോകണ്ട, ഇടയ്ക്ക് ഞാൻ വിഷമം വരുമ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ എനിക്ക് പോകണ്ട, വേറെ ആർക്കെങ്കിലും പോകണമെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പോകണമെന്നെനിക്ക് ഇപ്പം പറയണം, ഇപ്പം തന്നെ പുറത്തുവിടാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ലാലേട്ടനും ബ്രേക്കിന് പോകുന്ന സമയത്ത് അനുവെന്ന് പറയും, ഞാൻ ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ്, ഞാൻ പൈസ മേടിക്കുന്നില്ലേ, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രമാത്രം കളിക്കുന്നത്. അതായത് പുള്ളിക്കാരി തന്നെ പറയാം, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് പുള്ളിക്കാരി ഈ എല്ലാ ഷോയും കാണിക്കുന്നതെന്നുള്ളത്. എന്നിട്ട് അടുത്ത പിന്നെ ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു, അനുമോൾ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബറിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ കൂട്ടമായിട്ട് എന്നിട്ട് ബുള്ളി ചെയ്യുക, അതായത് ഗ്യാങ്ങായിട്ട് എന്നിട്ട് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് അക്ബർ പറയും, ഞാൻ ലാസ്റ്റ് വീക്കിൽ ലാലേട്ടൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര അഗ്രഷനാണ്, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി എന്താ ഞാൻ പാട്ടൊക്കെ പാടി നടക്കുന്നതാണ്. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 80% കുറഞ്ഞിട്ടുള്ളൂ, അല്ല 80% ആയിട്ടുള്ളൂ, ഇനി അത് കുറയാനുണ്ടെന്നൊക്കെ പറയും. അനുമോളിനെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാതെ കളിക്കാനൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഓരോരുത്തരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അനുവാണെന്ന് പറയുന്നുണ്ട്, ഞാൻ സഹികെട്ടാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് പലപ്പോഴും അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് നിരന്തരം ശല്യപ്പെടുത്തുന്നവരെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞു, ഞാൻ ഇവരോട് രണ്ടുപേരോട് അനുവിനോടും ജിസലിനോട് പറഞ്ഞാൽ മാറുന്നു സംസാരിക്കും, പക്ഷേ രണ്ടുപേരും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് തിരിച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഗ്രൂപ്പിൻ്റെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഒനിയിൽ പിന്നെ എഴുതിയിട്ട് പറയുന്നുണ്ട്. റെന പറയുന്നുണ്ട്, അനുവിൻ്റെ ഐഡിയോളജി എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ലാലേട്ടൻ പറയുന്നു, അങ്ങനെ എല്ലാവരും ഐഡിയോളജി എല്ലാവരുമായിട്ട് മാച്ച് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നൂറ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നൂറ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, റെന എന്താ ചൈനീസ് വാക്കിൽ വൃത്തിയോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പിന്നെ അവർ പറയുന്നുണ്ട്, ഇവരായിട്ട് ഉണ്ടാക്കിയ സംഭവം, എന്നിട്ട് അത് പ്രാങ്ക് ആയിട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം റെന എന്തോ ചൈനീസ് വേർഡ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം അനീഷ് പറയുന്നുണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ലാലേട്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുവിനോട് ചോദിച്ചു കഴിയുമ്പോൾ അനു പിന്നെ മറ്റേ ഷവർ കിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് ആരും ഒളിപ്പിച്ച് വെച്ചു. ആരാന്നറിയാമെന്ന് വെച്ചാൽ ആര്യനാണ്. എൻ്റെ ഷർട്ടും ഒക്കെ പാൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അനു എടുത്ത് വേസ്റ്റ് ബിന്നിലെടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറയും. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അപ്പോൾ എന്താ അല്ല അന്നേരം ഇവളെന്നെ എൻ്റെ ലാലേട്ട കുത്തി, എന്നിട്ട് ഞാൻ പക്ഷേ സ്പോർട്സ് മാനേജ്മെൻറ്റിലെടുത്തത്, അതുകൊണ്ട് ഞാൻ അത് ഒന്ന് പറയാൻ ഞാൻ കൈ കുത്തി ചോര വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആര്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്താ ആര്യൻ്റെ കേസ് എടുത്ത് ലാലേട്ടൻ പിടിച്ച് ആര്യനോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് അപ്രോച്ചാണല്ലോ, നിങ്ങളെന്താ പോസിറ്റീവായിട്ട് ഒരു കാര്യം ഇതുവരെ ചെയ്തില്ല, എന്ത് കാര്യത്തിന് പോയാലും പണിപ്പരി പോയാലും ഞാനില്ല എന്ന് പറയും. എല്ലാം ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് സൈക്കോളജിയെ പറ്റി പറയുന്നുണ്ട്. അത് റിവേഴ്സ് സൈക്കോളജി ഒന്നുമല്ല, നിങ്ങളത് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുന്ന പോലെയാണ് ആര്യ ചെയ്യുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ആര്യനാണെന്നുണ്ടെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലാണെങ്കിൽ ലാലേട്ടൻ പറയുന്നത്, എൻ്റെ തുണി കിട്ടിയില്ല ലാലേട്ട, ഓണമല്ലേ, എനിക്ക് എന്താണ് പറയുക ചപ്പത്തെ ക്യൂട്ട്നെസ്സൊക്കെ ആയിട്ട് വാരി വിതറുന്നുണ്ട്. അപ്പോൾ അന്നിൽ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ പിണക്കം തീർക്കാൻ വേണ്ടി ഒന്ന് ഹഗ് ചെയ്യാൻ പറയുന്നുണ്ട്, ആരും ജിസേലും തമ്മിൽ. എന്നിട്ട് അവർ ഹഗ് ചെയ്യുന്നു. പിന്നെ എന്നിട്ട് അനുവിനോട് ചോദിക്കുന്നത് ബാഗ് കൊടുക്കേണ്ടത്, അപ്പോൾ അനു പറഞ്ഞ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും ആര്യനും തമ്മിൽ ഒരു ക്ലാഷ് എന്തോ, എന്നിട്ട് ഷാനവാസ് നിൻ്റെ തന്തയിൽ പോയി വിളിക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ പറയുന്നത് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാനൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ആര്യൻ എപ്പോഴും ആൾക്കാരെ നെഗറ്റീവ് ആക്ട് ആണ്, ഓൾവേസ് എപ്പോഴും ചിരിക്കുമ്പോൾ കരയുമ്പോൾ ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ടാണ് ആര്യൻ്റെ എന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ അടിമകളിൻ്റെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അനീഷ് ആ ഒരു ടാസ്ക് കളിച്ചിട്ട് ഉറങ്ങിയതിനെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ബിന്നിയോട് ചോദിക്കുന്ന ആര്യൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്മച്ചുവറായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. ആര്യനോട് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, നീ കഴിഞ്ഞ ആഴ്ച ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ വെക്കണമെന്നൊക്കെ ചോദിച്ചത് നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് വിവരമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നോട് കളിക്കണം എന്നുണ്ടെങ്കിൽ നീ കളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നത്, ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നത് ഫണ്ണായിട്ട് എടുക്കണം, എന്തുവാ ഇതിപ്പോൾ ഞാൻ 7ാമത്തെ വർഷമല്ലേ ആൾക്കാരൊക്കെ കാണുന്നത്, അപ്പം
എനിക്കെന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷനുള്ള ആൾക്കാരൊക്കെ എഴുന്നേപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രേണുവിനോട് ചോദിച്ചു പോകണോ ചോദിച്ചു. അന്നേരം രേണു പറഞ്ഞു ഇല്ല ലാലേട്ടൻ എനിക്ക് പോകണ്ട, എനിക്ക് വിഷമം വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകുന്നതാണ്, എനിക്ക് പോകണ്ടെന്നൊക്കെ പറയും. പിന്നെ ലാലേട്ടൻ പറയുന്നത് എവിഷം വേണ്ടാന്ന് വെച്ച് ലാലേട്ടനോട് പുറത്തായതുകൊണ്ട് എവിഷം വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലിന് പെട്ടി കിട്ടി. അനുമോളോട് ബാഗ് എടുത്ത് ജിസേലിന് കൊടുക്കാൻ പറയുന്നു. അപ്പം ജിസേലാണ് താങ്ക് യു ലാലേട്ട, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനുവിനോടും താങ്ക് യു പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ജിസേൽ അനുവിനോടും താങ്ക് യു പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ജയിലിലൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറയാൻ. അപ്പം നെവിനാണെങ്കിൽ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ട തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കാണ് യുഎസിൻ്റെ ചോക്ലേറ്റ് കൊണ്ട് തരണേന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട്. അപ്പം അതായത് ലാലേട്ടൻ പറയുന്നുണ്ട് നീ ആണെങ്കിൽ ബിഗ് ബോസിനോട് പറഞ്ഞ് പുറത്ത് വരും, ഞാൻ ചോക്ലേറ്റ് തരാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നെവിനെ കളിയാക്കി തലമുടിയല്ല ഇനി തല വെട്ടിക്കളയുമെന്നൊക്കെ നെവിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു നല്ല എപ്പിസോഡാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പക്ഷേ അത്യാവശ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് നന്നായിട്ട് പോയ ഒരു എപ്പിസോഡാണ്. അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.